എൻ്റെ നിങ്ങളുടെ അസാധ്യതകൾ ദൈവത്തിന് വിഷയമല്ല. ദൈവം പറയുന്ന ചില ദൈവശബ്ദങ്ങൾ എൻ്റെ നിങ്ങളുടെ അസാധ്യതകളിലേക്ക് കടന്നു ചെന്ന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. അത് ഞാനും നിങ്ങൾക്കും വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും അനുഗ്രഹീതമായ പ്രഭാതം. ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള സന്ദേശം നിങ്ങളോട് അറിയിക്കാൻ എനിക്ക് ആത്മാവിൽ നിയോഗമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ നമ്മൾ വചനത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് ദൈവത്തിൻ്റെ ആലോചനയ്ക്കൊരിക്കലും മാറ്റം വരത്തില്ലെന്നുള്ളതാണ്. പഴയ നിയമത്തിൽ ഏറ്റവും സൂപ്പർ നാച്ചുറൽ ഒരു ഓവർഫ്ലോ വെളിപ്പെട്ടതാണ് ആ പ്രവാചക ശിഷ്യൻ്റെ വീട്ടിലെ ഭരണിയിലെ എണ്ണ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയത്തെ കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 2-ാം വാക്യം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. 7-ാമത്തെ വാക്യം, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഒരു സൂപ്പർ നാച്ചുറൽ ഓവർഫ്ലോയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. സാധ്യതകളെ നോക്കി ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിൻ്റെ സോഴ്സിനകത്ത്, നിൻ്റെ റിസോഴ്സിനകത്ത് ഒരു ഓവർഫ്ലോ വെളിപ്പെടാൻ പോവുക. ഒന്നുമില്ലാത്തവനല്ല നീ, ഒന്നുമില്ല എന്ന് നീ പറയരുത്. നിനക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മീകമായിട്ട് ചിലതുണ്ട്, ഭൗതികമായിട്ടും ചിലതുണ്ട്. അതാരുടെ മുമ്പിൽ തല കുനിയാതെ മുന്നോട്ട് പോകാൻ ദൈവം നിനക്ക് തന്ന നന്മയാണ്. ആമേൻ. അത് നീ പൂഴ്ത്തി വെച്ചിട്ട് ദൈവവൈതലേ പ്രവാചകനിൽ നിന്ന് എന്തെങ്കിലും കിട്ടാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ദൈവം നിന്നോട് പറയുന്നത് ഇതാണ്, നിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്. യെസ്, ഈ ശബ്ദം കേൾക്കുന്ന, ദൈവകൃപ അനുഭവിക്കുന്ന, ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവവൈതലേ, നിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്. ദൈവം ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ എന്തുണ്ട്, എൻ്റെ കയ്യിലുള്ള നിനക്ക് വേണം എന്നുള്ളൊരാഗ്രഹത്തിൽ നിന്ന് എൻ്റെ കയ്യിൽ കർത്താവ് ഇതുണ്ട്, ഇത് ഞാൻ നിൻ്റെ കയ്യിൽ തരികയാണ് എന്ന് പറയാനുള്ളൊരു ആർജവം ഞാനും നിങ്ങൾ കാണിക്കാമെങ്കിൽ, അങ്ങനെയുള്ളൊരു മനസ്സിനെ ദൈവം അഭിനന്ദിക്കുമെന്ന് മാത്രമല്ല, അത് അനുഗ്രഹിച്ച് ദൈവം നിൻ്റെ കയ്യിൽ തന്നെ തരും. ആമേൻ. ബാബേൽ തകരാൻ കാരണം എന്താണെന്നറിയോ? നമുക്കൊരു പേരുണ്ടാക്കാമെന്നുള്ളതാണ്. ദൈവം പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടികളായ പെരുകുവീൻ, ദേശത്തൊക്കെയും നിറയുവീൻ. പക്ഷേ ബാബേലിൽ നിമ്രോദിൻ്റെ നേതൃത്വത്തിലുള്ളവർ പറയും, നമുക്കിവിടെ ഇരിക്കാം, നമുക്കൊരു പേരുണ്ടാക്കാം. എവിടെ നാമെന്ന് പറയുന്ന സംഭവം ഉയരുവോ അതിൻ്റെ അവസാനം ദുഃഖവും നിലവിളിയൊക്കെ ആയിരിക്കും. ഇവിടെ ദൈവനാമം ഉയരുമോ അതിൻ്റെ അവസാനം വിജയമായിരിക്കും. കേട്ടോ, നമ്മുടെ പേരല്ല ഉയരേണ്ടത്, ദൈവനാമം ഉയരട്ടെ. ഓക്കെ, ഈ സഹോദരിയുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ആ വീട്ടിലെ വിഷയം കടമായിരുന്നു. കടത്തിലൂടെ പോകുന്നവരായിരിക്കും എൻ്റെ ശബ്ദം കേൾക്കുന്ന പല സഹോദരങ്ങൾ. കടം മേടിക്കാൻ പോകുമ്പോൾ നീ എന്താ ചിന്തിക്കാത്തേ? ആ വ്യക്തിയോട് ചോദിക്കേണ്ടതിന് പകരം ചോദിക്കേണ്ടവനോട് ഞാൻ ചോദിക്കാവുന്നു. കണ്ണും പൂട്ടി നീ ആത്മാവിൽ വിശ്വസിച്ചിട്ട്, എൻ്റെ അപ്പ എൻ്റെ ആവശ്യം ഇങ്ങനെയാണ്, എനിക്ക് ആ വ്യക്തിയോട് ചോദിക്കാൻ താല്പര്യമില്ല, ഈ വ്യക്തിയോട് ചോദിക്കാൻ താല്പര്യം, ഞാൻ അങ്ങയോട് ചോദിക്കുക എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിര്. നിൻ്റെ വിഷയത്തിനകത്ത് ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. ഈ ദൂത് നിങ്ങൾക്ക് വേണ്ടി വ്യാപരിച്ച് തുടങ്ങാൻ പോവുക. ഈ ദൂത് നിങ്ങൾക്ക് വേണ്ടി വ്യാപരിച്ച് തുടങ്ങുവാൻ പോവുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി നിങ്ങൾ കാണും. അടുത്ത ദിവസങ്ങളിൽ ദൈവമഹത്വം നിങ്ങൾ കാണും. വീടടച്ചിട്ട് പാത്രം തുറന്നിട്ട് അയൽ വീട്ടിലെ പാത്രങ്ങളിലേക്ക് എണ്ണ പകരുമ്പോൾ ആ സഹോദരി പോലും വിശ്വസിച്ചില്ല ഇങ്ങനൊരു പകർച്ചയ്ക്കാണ് ഞങ്ങൾ തുടക്കമിടുന്നതെന്ന്. യെസ്, നീ ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിൻ്റെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ, നിനക്കിതുവരെ ഇല്ലാത്ത കോൺഫിഡൻസ് കിട്ടത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ഭയങ്കരമായ ഫേവർ നിനക്കൊണ്ട് വെളിപ്പെട്ട് വരും. ഇനി നീ കടക്കാരനൊന്നുമല്ല. ഇനി നിനക്ക് ഒരു നിമിഷം പോലും, ഇത് ദൂതാണേ, ഇത് ദൈവദൂതാണേ, ഇനി ഒരു നിമിഷം പോലും നിനക്ക് റെസ്റ്റ് എടുത്ത് നിൻ്റെ ചില വിഷയത്തിനകത്തളങ്ങളിൽ ഞെരുങ്ങാൻ നിനക്ക് സമയം കിട്ടത്തില്ല. യെസ്, 2-ാമത്തെ ദൈവശബ്ദം, എണ്ണ വിറ്റ് കടം വീട്ടുക, ശേഷിപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കുക. കണ്ടോ, ഒരു ശേഷിപ്പ് ദൈവം തരാൻ പോവുക. ശേഷിപ്പ് കൊണ്ട് അവർ ഉപജീവനം നടത്തി. കേട്ടോ, ഇപ്പോൾ ആളുകൾ തിരക്കി വരുമോ ദൂരെ നിന്നൊക്കെ, എവിടെയായി എണ്ണ വ്യാപാരം ചെയ്യുന്ന വീട്, അതുകൊണ്ട് അവിടെയാണ് നല്ല എണ്ണയാണ് കേട്ടോ, മേടിച്ചോ, ഒരു ബോട്ടിലൂടെ അധികം മേടിച്ചോ.
നാട്ടുകാർക്ക് ഇപ്പോൾ പറയാനുള്ളത് കടം മേടിച്ചിട്ട് കടം കൊടുക്കാത്ത ദൈവവൈതലെന്നല്ല, പിന്നെയോ ദൈവം മാനിച്ച കുടുംബം എന്നാ. വിശ്വസിക്കൂ. ഈ തോത് നിങ്ങളോടുള്ള ബന്ധത്തിൽ ആപ്ലിക്കബിൾ ആകാൻ പോവുക, നിങ്ങളോടുള്ള ബന്ധത്തിൽ പ്രാക്ടിക്കലാകാൻ പോവുക. പക്ഷെ മനോഭാവത്തിനൊന്ന് ചേഞ്ച് വരണം. പിന്നെ ദൈവം നന്മകൾ തരുമ്പോഴും അതുകൊണ്ട് അങ്ങ് പോകരുത്, വിശ്വസ്തയോടെ അങ്ങ് നിൽക്കണം. മാനിച്ച് കാണിക്കും ദൈവം. അങ്ങനെ തന്നെയാണ്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മെസ്സേജ് ശാന്തമായിട്ടാണെങ്കിലും ഞങ്ങളോട് ഹൃദ്യമായിട്ട് ഇടപെട്ടു. ഈ ദിവസങ്ങളിൽ തന്നെ ആ മേഖലകളിൽ ഭയങ്കര ദൈവപ്രവൃത്തി കാണുവാൻ സ്വർഗം കൃപ ചെയ്യണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ദൈവകരങ്ങളെ മുദ്രയിടുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.